ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ UDF വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും. അത് കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കാരണം ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു ഇലക്ഷനായിട്ട് നിലമ്പൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന് വളരെ കംഫർട്ടബിൾ മെജോറിറ്റി UDFന് കിട്ടും. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടെ MLA ആവും. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതിൽ സഹകരിക്കണം. ഈ ചിന്താഗതിയുള്ള കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അതിനെതിരായിട്ടുള്ള മൂവ്മെന്റ് നടത്താൻ താല്പര്യമുള്ള ആർക്കും ഞങ്ങളോടൊപ്പം ചേരാം, സഹായിക്കണം. അൻവറിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് രംഗത്ത് വന്ന് സഹായിക്കുക. രാഹുൽ ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് എത്ര വിഷയമുണ്ട്? ദേശീയപാത തകർന്നെടുത്ത് ചോദിച്ചില്ല നിങ്ങളോട്. കടലില് മീൻ ഇന്നലെ ഞങ്ങളൊക്കെ കടലിൽ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ ഇത്ര ആശങ്കയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വറുതിയിലാണ്. 1000 രൂപയും ആകെ 1000 രൂപയും 6 കിലോ അരിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കപ്പല് തകർന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ദുരൂഹതകളുണ്ട്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ട് ഏറ്റവും കൂടിയ നഷ്ടപരിഹാരം വാങ്ങിച്ച് അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നൽകാൻ തയ്യാറാവണം. ഇങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്, കപ്പൽ ദുരന്തങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി നേതാക്കൾ അത് പറഞ്ഞു കഴിഞ്ഞ ദിവസം. അതാ പറഞ്ഞത്. അക്കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല? ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കപ്പൽ ഉടമകളിൽ നിന്നും വാങ്ങിച്ചിട്ട് അവർക്ക് ഇൻഷുറൻസ് കിട്ടുമായിരിക്കും. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തുകൊണ്ട് ക്ലെയിം ചെയ്യുന്നില്ല? എന്നിട്ടിപ്പം മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളോട്. മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അപ്പൊ ഈ കാര്യത്തിലുള്ള ആശങ്കകളൊന്നും നിങ്ങൾ ആരും പങ്കുവെക്കുന്നില്ല. നിങ്ങൾക്ക് ഒരേ ഒരു ചിന്ത, അൻവർ മത്സരിക്കാൻ അല്ല, ഈ അൻവർ മത്സരിക്കാത്ത നഷ്ടമാകത്തില്ല. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് ഒരു എനിക്കറിയില്ല. ഈ അൻവർ മത്സരിക്കാത്ത ഒരു നഷ്ടമല്ല കോൺഗ്രസിന് ശരിക്കും. ഷാജഹാന്റെ പുതിയ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണോ ഇത്? അത്യാവശ്യം ഉപദേശം പിണറായി കൊടുക്കുക. എന്റെ വീട് BJPയുടെ സ്ഥാനാർത്ഥിയുടെ വന്നിട്ടുണ്ട്. അതിനെ BJP സ്ഥാനാർത്ഥി വെച്ചിട്ടുണ്ട്. എന്ത് വന്നാലും UDF തിരിച്ചു പിടിക്കും നിലമ്പൂർ. ഇപ്രാവശ്യം നിലമ്പൂരിൽ നിന്നും ഒരു UDF MLA വരും കേരളത്തിൽ. അതോടുകൂടി ഈ സർക്കാരിനെ താഴെയിറക്കാനുള്ള യുദ്ധം ഞങ്ങൾ ആദ്യപടി ജയിക്കുകയും ചെയ്യും.